നമസ്കാരം. ഓം ശനീശ്വരായ നമ. ഓം നന്ദിവിദ്യായ നമ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ശ്രദ്ധിക്കുന്നവർക്കൊരു ലേശം കാര്യപ്പെട്ടതാണ്. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സദാചാരബോധമുള്ള തലമുറയെ വാർത്തെടുക്കാനുള്ളതാണ്. എന്താണ് സദ് ആചാരങ്ങൾ? സദാചാരം അല്ല, സദ് ആചാരം. സദ് ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. കുറച്ച് അധികം നമ്മൾ വീഡിയോ നീട്ടണില്ല. ക്ഷേത്ര ദർശനങ്ങൾ, സഹജീവികളോടുള്ള സ്നേഹം, പിന്നെ നല്ല നിരീക്ഷണ ബുദ്ധി, വൈഭവം, നല്ല ഗുരുക്കന്മാരുടെ കൈകളിൽ നിന്ന് അവിദ്യകളും വിദ്യകളും പഠിക്കണം. പിന്നെ നമ്മൾ മറ്റൊരാളുടെ ഒരു സാധനങ്ങളും, അത് വസ്തുവാണെങ്കിലും സ്ഥാവരമാണെങ്കിലും ജംഗമങ്ങളാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കരുത്. അന്യപുരുഷനെ ആണെങ്കിലും മറ്റുള്ളവരുടെ പുരുഷന്മാരെ ആണെങ്കിലും ഭാര്യമാരേനെയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കരുത്. പിന്നെ വസ്ത്രധാരണങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇട്ട് നടക്കാം. അതൊന്നും ഇതിനെ ബാധിക്കില്ല. അന്യരുടെ മുതലുകൾ ആഗ്രഹിക്കരുത്. കൂടുതലും അന്യരുടെ, അതായത് അവർ നമുക്കുണ്ട് എന്ന് കരുതിയിട്ട് അവരുടെ കൂടെ തന്നെ നടക്കരുത്. അത് പിന്നെ ഒരു ശീലമാവും. അത് അവർക്കൊരു ഇടങ്ങറാവും. അവർക്ക് മനസ്സുകൊണ്ട് പറയാൻ തോന്നും, പക്ഷേ അവരിത് പറയില്ല. നമ്മളെ കൊണ്ട് ഒഴിവാക്കണം എന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ചേഷ്ടകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മേഖലയിൽ, ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളൊരു സമയമാണ്. അതായത് മണ്ഡലമാസമാണല്ലോ, 41 ഇതൊരു 41 ദിവസം പോരാ. ഇത് ഒരു ഉപാസകൻ്റെ ജീവിതത്തിൽ മരണവും മരണാനന്തരവും വേണ്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ, അന്യ പുരുഷൻ്റെ ഭാര്യമാരെ ആഗ്രഹിക്കരുത്. മക്കളെ ഒന്നും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ ചെറിയ പ്രണയബന്ധങ്ങളല്ലേ, അതൊക്കെ നമുക്ക് ഒഴിവാവും. ചെറിയ പ്രണയബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുടുംബങ്ങൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഒഴിവാവും. പിന്നെ എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരൊന്നും അല്ല, എല്ലാം അറിയണ ആളുകൾ തന്നെ. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കൊരു വിചാരം ഉണ്ട് അവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ, അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത പഴയ ആളുകളുണ്ടാവും, സ്കൂളിലൊന്നും പോവാതെ ചിലപ്പോൾ 2 വരെയോ 4 വരെയോ ഒക്കെ പോയ ആളുകൾക്ക്. അപ്പോൾ അവർക്കൊക്കെ ലളിതമായിട്ട് ഇതാണ് മനസ്സിലാവണം. നമ്മൾ എന്താണ്, നമ്മളുടെ സമൂഹം എങ്ങനെയാണ് വളരണത്. ഈ മൊബൈൽ തന്നെയാണ് നമ്മളിപ്പോഴത്തെ ഈ പുതിയ ജനറേഷൻ്റെ കിതാബ് പുസ്തകം. പിന്നെ എല്ലാ വിദ്യയും അവിദ്യയും ഇതിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെ ചതിക്കാൻ ഒരാളെ നോക്കിക്കഴിഞ്ഞാലും ഈശ്വരൻ്റെ കണ്ണുകൾ അല്ലെങ്കിൽ കൈകൾ അതവിടെ എത്തും. അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ ജാഗരൂകരായിരിക്കണം. ഏത് കാര്യത്തിനും ഡയറക്റ്റ് കണ്ണുകളിലേക്ക് നോക്കണം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കണം. അതാണ് കണക്ക്. മുഖത്തോട് മുഖം നോക്കി കാര്യങ്ങൾ സംസാരിക്കണം. കണ്ടത് പറയണം, സത്യം പറയണം. നാവിൽ നിന്ന് വികട സരസ്വതി വരരുത്, അതാണ്. പിന്നെ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത്. അതൊരു സത്യമുള്ള കാര്യമാണ്. അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും, ഉപയോഗിച്ചോട്ടെ. പിന്നെ മദ്യപാനം പൂർണ്ണമായി നിർത്തിയ ആളുകളുണ്ടാവും.
ചിലപ്പോൾ ഒരു പരിധിക്ക് നമ്മളെ ഇംഗ്ലീഷുകാരുടെ ശൈലിയിൽ മദ്യസേവ ചെയ്യുന്ന ആളുകളുണ്ടാവും, പുകവലി, ലഹരി ഉപയോഗങ്ങൾ അതൊക്കെ ഉണ്ടാവും. അതിനൊരു പരിധി വെച്ച ആളുകളുണ്ടാവും. പൂർണ്ണമായിട്ട് അത് നിർത്തിയവരും ഉണ്ടാവും, അത് ജീവിതത്തിൽ ഇതുവരെ തൊടാത്തവരും ഉണ്ടാവും. ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ ഒന്ന് ചെക്ക് ചെയ്ത വിദ്വാന്മാരും ഉണ്ടാവും. ചിലവർക്ക് അവരുടെ ഈശ്വരന്മാരുടെ അനുഗ്രഹത്താൽ അത് ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് അവർ പൊതുവേദികളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും ഇരുന്ന് മദ്യപിച്ച് തല്ലാണ്ട് അത് അവനവൻ്റെ വീട്ടിൽ സ്വഗൃഹത്തിൽ വരിക, എന്നിട്ട് ഈ ഭക്ഷണ പാനീയങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന ഒരു സാധനമാക്കിയിട്ട് അവിടെ വയ്ക്കുക. അങ്ങനെ പൂജ ചെയ്യുന്ന കാര്യങ്ങളും പൂജ ചെയ്യുന്ന കർമ്മികളൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ ഈ മദ്യം എന്ന് പറഞ്ഞത് ഒരിക്കലും ഈ നാടൻ സമ്പ്രദായങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അത് വേണം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്സവമാക്കിയിട്ട് കള്ള് കുടിച്ച് വായി തോന്നിയത് വിളിച്ച് പറയുകയല്ല. വല്ലാണ്ട് അത് മുഖാന്തരം നശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അവരുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ അത് നിർത്താൻ ഒരു ഇത്ര മദ്യം മതി. ശരിക്കൊരു ഭദ്രകാളി ഉപാസകനും അതല്ലെങ്കിൽ ഈ ചാത്തൻ സ്വാമി ഉപാസനയൊക്കെ ഉള്ള ആളുകൾ അതവൻ നിർത്തും, അല്ലെങ്കിൽ അവനെ കൊണ്ട് നിർത്തിക്കും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ശബരിമല പെരുമാളിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ.